ഷാജി പാപ്പന്റെയും പിള്ളേരുടെയും മൂന്നാമത്തെ വരവിനായി കേരളക്കര മൊത്തം കാത്തിരിക്കുകയാണ്. ഈ മാസം 19-ാം തീയതിയാണ് ആട് 3 സിനിമ റിലീസിനെത്തുന്നത്. അപ്പോൾ ആട് 3 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള പ്രധാന കഥാപാത്രങ്ങൾ തങ്ങളുടെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് എത്ര രൂപയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു സിനിമ കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചുകൊണ്ട് ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ്. 70 കോടി ബഡ്ജറ്റിലാണ് ഈ ഒരു പടം വിജയ് ബാബു എടുത്തിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-20 പ്രധാന കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയാണ് ഈ പറയുന്ന ആട് 3 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ സാലറി വീഡിയോ കുറച്ച് ലോങ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. 2x കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് പറയുന്നത് വിനീത് മോഹനാണ്. വിനീത് മോഹൻ ഏകദേശം 5 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് പറയുന്നത് ഉണ്ണി പി ദേവാണ്. ഉണ്ണി പി ദേവ് ഏകദേശം 5 ലക്ഷം രൂപ തന്നെയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് പറയുന്നത് സുധി കോപ്പ. സുധി കോപ്പ നമുക്കറിയാം, നമ്മുടെ കഞ്ചാവ് സോമനായിട്ട് അഭിനയിക്കുന്ന സുധി കോപ്പ 10 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് വന്ന് അഭിനയിച്ചിട്ടുള്ള ഫുക്രു ഏകദേശം 5 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് പറയുന്നത് നമ്മുടെ ബാറ്ററി സൈമണായിട്ട് അഭിനയിച്ചിട്ടുള്ള ബിജുക്കുട്ടനാണ്. ഏകദേശം 10 ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ആറാമത്തെ പേര് പറയുന്നത് നമ്മുടെ സേതുലക്ഷ്മി, നമ്മുടെ ഷാജി പാപ്പന്റെ അമ്മയായിട്ടുള്ള സേതുലക്ഷ്മി ഏകദേശം 5 ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഏഴാമത്തെ പേര് പറയുന്നത് നോബി ഏകദേശം 10 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് എട്ടാമത്തെ പേര് പറയുന്നത് ആതിര പട്ടേലാണ്. ആതിര പട്ടേൽ 5 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് 9-ാമത്തെ പേര് പറയുന്നത് ഹരികൃഷ്ണൻ, നമ്മുടെ ലോലലായിട്ട് അഭിനയിക്കുന്ന ഹരികൃഷ്ണൻ ഏകദേശം 15 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് 10-ാമത്തെ പേര് പറയുന്നത് നെൽസൺ സൂരനാട്, നമ്മുടെ ഡ്രാഗൺ പൈലയായിട്ട് അഭിനയിക്കാനായിട്ട് ഏകദേശം 15 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് 11-ാമത്തെ പേര് പറയുന്നത് ഭഗത് മാനുവൽ, ഏകദേശം 20 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ആട് 3 സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് 13-ാമത്തെ പേര് പറയുന്നത് ഇന്ദ്രൻസ് ആണ്. ഇന്ദ്രൻസ് ഏകദേശം 35 ലക്ഷം രൂപയാണ് തന്റെ ഈ പറയുന്ന പി ശശി എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് ഈ പറയുന്ന പോലെ നമ്മൾ രഞ്ജി പണിക്കർ, നമ്മുടെ തോമസ് പാപ്പനായിട്ട് അഭിനയിക്കാനായിട്ട് ഏകദേശം 30 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് വിനായകനാണ്, നമ്മുടെ ഡ്യൂഡ് കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് വിനായകൻ ഏകദേശം 35 ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് സണ്ണി വെയിനാണ്, നമ്മുടെ സാത്താൻ സേവിയർ കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് 35 ലക്ഷം രൂപ തന്നെയാണ് സണ്ണി വെയിനും ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ക്ലീറ്റസ് കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് ധർമ്മജൻ ബോൾഗാട്ടി ഏകദേശം 35 ലക്ഷം രൂപ തന്നെയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് പറയുന്നത് നമ്മുടെ സൈജു കുറുപ്പ് നമ്മുടെ അറക്കൽ അബു എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് 35 ലക്ഷം രൂപ തന്നെയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് ഏറ്റവും അവസാനത്തെ പേര് നമ്മൾ പറയുന്നത് നമ്മുടെ ഷാജി പാപ്പനായിട്ട് ഈ പറയുന്ന വേഷം ചെയ്യാനായിട്ട് ജയസൂര്യ ഈ ഒരു സിനിമയിൽ നിന്ന് 1.5 കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഈ പ്രാവശ്യം ഷാജി പാപ്പന്റെ മൂന്നാം വരവ് കലക്കുമെന്നുള്ള കാര്യം ഏകദേശം കൺഫേംഡ് ആണ്. ഈ പറയുന്ന ട്രെയിലറൊക്കെ കണ്ടവർക്ക് വമ്പൻ പ്രതീക്ഷയിലാണ് ഈ പറയുന്ന ആട് സിനിമയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ട് മാർച്ച് 19-ാം തീയതിയാണ് ഇതിന്റെ റിലീസ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സാലറി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഗൂഗിളിലെ ഓരോരോ സൈറ്റുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം എല്ലാവർക്കും സാലറി കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഇത് ഒരു സിനിമയുടെ ബാനറിൽ ഇറങ്ങുന്ന സെക്കൻഡ് പാർട്ട്, അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന തേർഡ് പാർട്ടാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന താരങ്ങളുടെയൊക്കെ അവൈലബിലിറ്റി ഈ ഒരു സിനിമയിൽ കുറച്ചുകൂടി കൂടുതലായതുകൊണ്ടും അവർക്ക് ഈ പറയുന്ന അവരുടെ ഇഷ്ടത്തിനുള്ള സാലറി വാങ്ങാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും ഈ ഒരു സിനിമയിൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ സാലറിയൊക്കെ പൊതുവെ കൂടുതലായിരിക്കും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമ മാർച്ച് 19-ാം തീയതി ഇറങ്ങുമ്പോൾ എല്ലാവരും പോയി കാണുക.
ഈ ഒരു സിനിമയെ പറ്റി ഒത്തിരി ഗോസിപ്സ് പിറങ്ങുന്നുണ്ട്. ഇതൊരു ടൈം ട്രാവൽ പടമാണ്, അതുപോലെ തന്നെ ഇത് പഴയ കാലഘട്ടങ്ങളെ കാണിക്കുന്ന പടമാണ്. ഇതൊക്കെ ട്രെയിലർ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പഴയ കാലഘട്ടങ്ങളെയൊക്കെ വ്യക്തമായിട്ട് കാണിച്ചിട്ട് പോകുന്ന ഒരു പടം തന്നെയാണ്. അതുപോലെ തന്നെ ഷാജി പാപ്പന്റെ പുതുപുത്തൻ കോമഡികളും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ട്രെയിലറിന്റെ തന്നെ ഏറ്റവും അവസാന ഭാഗങ്ങൾ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു അടിപൊളി കോമഡി ജേണറിൽ ഒരുങ്ങുന്ന ഒരു പടം തന്നെ ആയിരിക്കും. നമുക്ക് ഒത്തിരി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പടമാണ്. ഈ പറയുന്ന 2026 ഒത്തിരി എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കോമഡി പടമായിരിക്കും ഈ പറയുന്ന ആട് 3. അപ്പൊ എന്തായാലും നമുക്ക് മാർച്ച് 19 തിയേറ്ററുകളിൽ പോയിട്ട് കണ്ടിട്ട് അതിന്റെ ബാക്കിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്